എനിക്ക് എപ്പം ഉളുപ്പുണ്ടോ? ഈ തിരുവസ്ത്രം ഇല്ലാത്ത നേരത്താണ് നീ തലവഴി പറഞ്ഞിരുന്നെങ്കിൽ സ്വാമിരച്ചന്റെ തനി സ്വഭാവം നീ കണ്ടേനെ. കിച്ചോ, വിഷമിക്കണ്ട. എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം കേട്ടോ മോളെ. എന്നാ ഞാൻ പള്ളിയിലോട്ട്. ഇനി ഞാൻ എന്നെ വാണിക്കാൻ വിളിക്കുന്ന പോലെ വേദിച്ച നിന്നെ ജനിപ്പിച്ച നിന്റെ അപ്പനാൾക്ക് ആവശ്യപ്പെടുകയല്ല. നാഥനില്ലാത്ത കുടുംബത്തിലെ ഗതികെട്ട ഒരു കാർന്നവരായിട്ട് അപേക്ഷിക്കുക. ഈ പെങ്കൊച്ചു പോൽ അന്നൊരു കൊച്ചു വീട് വെച്ച് കിടന്നോട്ടണ നാടകം കളിക്കാതെ മാറപ്പാ. എന്തിനാ ചർച്ച കെട്ടുന്നത്? നമുക്ക് ഒരുത്തന്റെ ഓശാരം വേണ്ട. ഇവിടെ പോലീസുണ്ട്, പഞ്ചായത്തുണ്ട്, അതും അല്ലെങ്കിൽ കോടതിയുണ്ട്. അങ്ങ് കോടതിയിലോട്ട് ചെല്ല. ഇത് സിവിൽ കേസ് ആയതുകൊണ്ടും സുപ്രീം കോടതി വരെ പോകാൻ എന്റെ കയ്യിൽ പണമുള്ളതുകൊണ്ടും നിങ്ങളെ തോൽപ്പിക്കേണ്ടതിന്റെ ആവശ്യമായതുകൊണ്ടും കേസ് തീർപ്പാകാൻ ഒരു 10-20 കൊല്ലമെങ്കിലും പിടിക്കും. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ച് നിലവിലെ സ്ഥിതി തുടരാൻ ഞാൻ കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങും. എന്നോടാ കളി. ഓഹോ, അപ്പൊ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയാണല്ലേ വേവിച്ചേന്ന് വിറപ്പിക്കാൻ ഞങ്ങളെ ആലോചിച്ച് വരുത്തിയെന്ന ആരാ വന്നത്? അച്ഛൻ എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്? അയ്യോ, എന്തൊരു ആക്ടിങ്, എന്തൊരു ആക്ടിങ്. തലയിൽ ആൾ താമസമുണ്ടെങ്കിൽ ചിന്തിച്ച് തീരുമാനിക്കാം. സൈക്കിൾ യജ്ഞമല്ല നടക്കുന്നുണ്ടോ? ആൾക്കാരെ കൂടി നിൽക്കുന്നു. ആ പയ്യൻ മാത്രം മതി, ബാക്കിയുള്ളവർക്ക് പറഞ്ഞുവിടാം. സാറേ, കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. അച്ചു സാറേ, നിന്റെ ആരാണ് ഈ ബേബിച്ച്? ഈ കളത്തിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ബേബിച്ചനെ? എന്റെ മൂത്ത പോലെ ഇവന്റെ വല്യച്ഛന. എന്നതാ സാറേ കാര്യം? എലി വെച്ചിരിക്കണം. അവൻ പറയണ്ടേ? ഈ ബേബിച്ചന്റെ നിനക്ക് വീട് പണി നടക്കുന്ന കുറച്ച് പുരയിടമുണ്ടോ? അല്ല, ബേബിച്ചന്റെ വസ്തുവിനകത്ത് മതിൽ ചാരി വെച്ചിരുന്ന 10-40,000 രൂപ വില വരുന്ന ഇറ്റാലിയൻ മാർബിൾ പീസുകൾ കാണാനില്ലെന്നും അത് ഇവൻ മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഇല്ലാവതിനും പറയല്ലേ സാറേ, ഞങ്ങൾക്ക് ആരുടെയും ഒന്നും വേണ്ട. ഇവനാ മതില് ചാടുന്നത് അയാളെ കണ്ടോ? ഇല്ല, പച്ചക്കള്ളം. എനിക്കൊന്നും അറിയില്ല. ദുബായിലോട്ട് ഇപ്പൊ ടിക്കറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് കാശില്ലാതെ വിഷമിച്ച് നിന്ന നീ ഇന്നലെ രാവിലെ ട്രാവൽസിൽ ചെന്ന് 27,000 രൂപ കെട്ടിവെച്ച് ടിക്കറ്റ് എടുത്തു. മോഷ്ടിച്ചതല്ലെങ്കിൽ പിന്നെ എവിടെ നാടായി കാശ്? അയ്യോ സാറേ, അതിവനെനിക്ക് കഴിഞ്ഞ തവണ വരുമ്പോ കൊണ്ട് തന്ന 1.5 പൗണ്ട് മാല പണയം വെച്ച കാശ. ബില്ലുണ്ട്. ബില്ലും കില്ലും അങ്ങ് കോടതി കാണിച്ചാൽ മതി. ഞങ്ങൾക്ക് ഇവനെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. അല്ല, അത് പിന്നെ സാറേ, എന്താണോ എനിക്ക് തോന്നുന്നത് ഇത് ബേബിച്ചന്റെ കള്ളപ്പരാതിയാണ്. ക്ഷമിക്കണം, സർക്കിളിന് മുകളിലാണ് സയ്യെന്ന് അറിഞ്ഞില്ല. അങ്ങോട്ട് കേട്ടാ മതി. തൽക്കാലം പയ്യൻ മാത്രം മതി, ബാക്കിയുള്ളത് പറഞ്ഞേ. സാറ് വൈരാഗ്യം തീർക്കുവാണോ? ഫേസ്ബുക്കിൽ ലാവിട്ട് എല്ലാവരും അറിയിച്ചാണ്ടല്ലോ. അവന്റെ അമ്മയുടെ ഫേസ്ബുക്ക് പന്ന ചോദ്യം ചെയ്യുന്നവരുടെ സർക്കിളിനെ ഫോൺ കൊണ്ടെറിഞ്ഞു. ഒഴിഞ്ഞു മാറിയപ്പോൾ ഫോൺ ചുവരിലടിച്ച് തകർന്നു. അങ്ങനെ അങ്ങ് എഴുതി പീപ്പിച്ചാൽ മതി. സാറേ, എന്തിനാണ് ഇവനെ ഇങ്ങനെ? ഇവൻ ഇതുവരെ പുറത്തു വാങ്ങിയ ജോലി കൊടുക്കാൻ പറഞ്ഞ വിഷയമായത് ഒരു 3
3-4 കൃഷിയിട്ടുണ്ടല്ലോ, കുറച്ചുകൂടെ കയറ്റി പിടിപ്പിക്കാൻ. സാറേ, എന്റെ മൂത്രത്തിലേ നല്ല ചോരപ്പാടുണ്ട്. അത് സാരമല്ല ബഷീറേ, ഏതെങ്കിലും സബ് ജഡ്ജിൽ ഏതെങ്കിലും ഡോക്ടറോട് പറഞ്ഞാൽ മതി, അവരെന്തെങ്കിലും ആന്റിബയോട്ടിക് കൊടുത്തോളൂ. നിന്നെ 12 കൊല്ലം ജയിലിലടയ്ക്കണമെന്നൊന്നും എനിക്കില്ല, അതിനുള്ള തെളിവുമില്ല. 2-3 ആഴ്ച റിമാൻഡിൽ 3-4 കൊല്ലം ഈ കേസും ഇങ്ങനെ നടക്കണം, അത്രേ വേണ്ടു. മര്യാദയ്ക്ക് ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നിന്റെ ഭാര്യ ശാലിനിയാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞ് ഞാൻ അവളെയും പൊക്കി അകത്താക്കും. ഇടാ, നിന്റെ പെണ്ണ് കോടതി വരാന്തേലും പോലീസ് സ്റ്റേഷനിൽ കിടന്ന് പെറ്റാ മതിയോടെ. വേണ്ട സാറേ, ഞാൻ ഒപ്പിട്ട് തരാം. ഇതങ്ങ് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഈ തല്ല് വാങ്ങിച്ച് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു ബഷീർ. അല്ല, എന്നെ പറഞ്ഞാലും മതി, ആദ്യമേ ആ പെങ്കൊച്ചിന്റെ പേരങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. സാറെല്ലാം ഒപ്പിട്ട് വാങ്ങി ബഷീർ. അടവ് കാണിക്കാനും സാറേ, ഒരു നിമിഷം. ഓ, എന്താണ് ആരാണ് അവരെ കൊണ്ട് കയറ്റിവിട്ടത്? തള്ളിക്കറി വന്നതാണ് സാർ. തള്ളി പിടിപ്പിച്ചോ? അല്ല സാർ. എന്റെ കുഞ്ഞെവിടെ, എന്റെ മോനെവിടേന്ന്? അപ്പനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് തറയെ വെക്കാതെ വളർത്തിയ കുഞ്ഞാ. അവനെന്തെങ്കിലും പറ്റിയോ? ഞാൻ അവരുടെ ദേഹത്ത് കൈവച്ച ഉറപ്പായിട്ട് നിങ്ങൾ കോടതി കയറും. അയ്യമ്മ രാമചന്ദ്രൻ, അച്ഛനെ കോടതി അനുവദിച്ച് മുൻകൂർ ജാമ്യം പരിശോധിക്കാം. അച്ഛനെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാം. നിങ്ങൾ മേടിക്കില്ല, അവർ വിട്ടയച്ചു. ഞാൻ പുറത്തുണ്ടാവും. വേണ്ടമ്മ, അമ്മ പെടുകാരല്ലമ്മ. എന്തിനാടാ നീ മാനം കെടുന്നത്? എന്നെ പെറ്റത് ഞാനാടാ. വാടാ പൊന്നേ. ഈ ലോക്കൽ പോലീസ് ക്ലിയറൻസിൽ ഒരു ഒഫൻസ് പറഞ്ഞാൽ പിന്നെ എമിഗ്രേഷൻ നടക്കില്ല. അതാ എയർലൈൻ റോൾ. ജീവിതകാലം മുഴുവൻ ഞാൻ സസ്പെൻഷനിലായിരിക്കും എന്ന് കരുതിയോടെ 2 ആഴ്ച എന്ന് പറഞ്ഞെങ്കിലും 7-ാം ദിവസം ഞാൻ തിരിച്ചു കയറി. എന്റെ പേര് AK നടേശൻ എന്ന. നല്ല കുട്ടിയായിട്ട് വാ, നമുക്ക് സ്റ്റേഷൻ വരെ പോകാൻ. ചെറിയൊരു കേസുണ്ട്. ഇല്ല, ഞാൻ വരില്ല. വന്നില്ലെങ്കിൽ വലിച്ചടച്ചു കൊണ്ടുപോകും ഞാൻ. ഓടാനോ കുതിരാനോ ശ്രമിച്ചാൽ ഞാൻ വിസിലടിക്കും. CISF-കാരെ മുട്ടിന് താഴെ ഷൂട്ടും ചെയ്യും. പാടാ, നല്ല കുട്ടിയായിട്ട്.